സർ നമസ്കാരം. ഇസ്രായേൽ ഇറാൻ സംഘർഷം അത് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. യു എസിൻ്റെ പടക്കപ്പലുകളും മെഡിറ്ററേനിയൻ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അറിയാനുള്ളത് ഇറാൻ യു എസിനെ ആക്രമിക്കുമോ എന്നുള്ളതാണ്. ഇറാൻ യു എസിനെ ആക്രമിച്ചു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഏതാണ്? അതായത് ഇറാഖിലുള്ള അവരുടെ സൈനിക താവളത്തേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്നത് പോലെ ട്രംപ് പറയുന്നുണ്ടായിരുന്നു യാതൊരു കാരണവശാലും യുദ്ധം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ആ യുദ്ധം ഉണ്ടാകുന്നതിനകത്ത് ട്രംപിന് യാതൊരു പങ്കുമില്ല എന്നുള്ളൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലത്തെ ഒരു പക്ഷേ ഈ സംഘർഷം വളരെ രൂക്ഷമായതിനു ശേഷം ഇസ്രായേൽ മന്ത്രിസഭ അല്ലെങ്കിൽ ഉന്നതാധികാര സമിതി കൂടിയതിനു ശേഷം ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇറാനിൽ നടക്കുന്നത് ആണവ ആയുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പോക്കാണ്, ആ പോക്കിനെ തടയിടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്, അതിന് അമേരിക്കയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ അത് പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം വന്നപ്പോൾ ട്രംപ് തിരിച്ചു പറഞ്ഞത് ഈ ഒരു ആക്രമണത്തിൽ നേരിട്ട് ഇടപെടുന്നതിന് അമേരിക്കയ്ക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയാണ് കൊടുത്തിരുന്നത്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആണവ സംബന്ധമായിട്ടുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ ആണവ ആയുധം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇറാൻ ശ്രമിക്കുന്നു, അത്തരത്തിൽ പാടില്ല, അത് അനുവദിക്കുന്ന ഒരു അവസ്ഥയില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ ദീർഘമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനകത്ത് ആറാമത്തെ റൗണ്ട് ചർച്ച നടക്കുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പം ആ ആറാം റൗണ്ട് ചർച്ച നടക്കാനിരിക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ഉള്ളതുപോലെ അമേരിക്ക പറയുന്ന തിട്ടൂരം അതുപോലെ അനുവദിച്ചു പോകുന്നതിന് നിൽക്കുന്ന ഒരു ഇസ്രായേൽ അല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇസ്രായേലിന്റെ സംസാരത്തിൽ നിന്നും ട്രംപിന്റെ സംസാരത്തിൽ നിന്നും ഒക്കെ മനസ്സിലായത്. അപ്പം അത് അങ്ങനെ വരും, അല്ലെങ്കിൽ നിൽക്കത്തില്ല, ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും എന്ന് എല്ലാവരും കരുതിയിരുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ ഇറാനെ കയറി ആക്രമിക്കുന്നു, അവരുടെ ആണവ കേന്ദ്രങ്ങൾ പതിമൂന്നിടത്ത് ആക്രമിക്കുന്നു, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, പ്രധാനപ്പെട്ട ലാബുകളൊക്കെ ആക്രമിക്കുന്നു. അതിനുശേഷം ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, പരസ്പരം വലിയ പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് അമേരിക്ക ഭയന്നിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട്. അത് സൗദി ഉണ്ട്, ഖത്തർ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, ഈ പറയുന്ന ഇറാഖ് ഉണ്ട്, മറ്റു പലയിടത്തുണ്ട്. ഈ പറയുന്നിടത്തെല്ലാം ഈ അമേരിക്കയുടെ ബേസുകളുണ്ട്, അമേരിക്കയുടെ പട്ടാളക്കാരുണ്ട്, അവരുടെ ഉദ്യോഗസ്ഥരുണ്ട്, കൂടുതലായിട്ടുള്ള ബേസുകളിൽ ഈ ആയുധങ്ങളുണ്ട്. അപ്പൊ അതിനകത്തേക്ക് അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇറാന് സാധ്യതയില്ല, അല്ലെങ്കിൽ അത്രയും ദൂരെ പോയി ആക്രമിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് അവർക്കറിയാമായിരുന്നു ഈ ബേസുകളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എത്ര പറഞ്ഞിടക്കെയും ഇറാൻ വിട്ടുകൊടുക്കുന്നില്ല, അമേരിക്ക അറിയാതെ ഈ ആക്രമണം നടക്കത്തില്ല എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് അവരുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ പട്ടാളക്കാരെ ഇങ്ങോട്ട് അയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്, ഇവിടുന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ മറ്റു ചിലരെയൊക്കെ പിൻവലിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ട്രംപിന് അറിയാം, അല്ലെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകും, അതിപ്പോ സംഭവിച്ചിരിക്കും. അപ്പൊ ഇതിപ്പോ സംഭവിച്ചതിന് ശേഷം ഇനിയും വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ഒരുപക്ഷെ യുദ്ധത്തിനകത്ത് ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം ഈ ഒരു ആക്രമണത്തെ ഹൂത്തികൾ അനുകൂലിച്ചിട്ടുണ്ട്. ഹൂത്തികൾ പറയുന്നത് ഞങ്ങളുടെ സഹോദര രാജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ പാലസ്തീന് വേണ്ടി പോരാടുന്ന രാജ്യമായിട്ടുള്ള ഇറാന്റെ ഭാഗത്ത് നിന്ന് സൈന്യ ബേസിനെ ആക്രമിച്ചതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അതിന് വേണ്ട പിന്തുണ എല്ലാം കൊടുക്കുമെന്ന് പറയുന്നു. ഈ സമയത്ത് തന്നെ ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ പ്രോക്സി ഗ്രൂപ്പുകളുടെ രാജാവായിട്ടുള്ള ഇറാൻ, അല്ലെങ്കിൽ ഈ ഹൂത്തികളെ, ഹമാസ്, ഹിസ്ബുള്ള ഇവരെല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഡയറക്റ്റ് യുദ്ധം വരുന്നതിന് മുമ്പ് ഇറാനാണെന്നറിയാം, ഇറാന്റെ ഫണ്ട് ആണെന്ന് പറയും. അപ്പം അതിനകത്തെങ്ങും യാതൊരു കാരണവശാലും മറ്റ് അറേബ്യൻ രാജ്യങ്ങൾ, സൗദി പോലെയും ഖത്തർ പോലെയും തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ ഡയറക്റ്റ് ഇടപെടാതിരുന്നതിനകത്ത്, അല്ലെങ്കിൽ അവർ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നതിനകത്ത് ഇറാൻ അതിർത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ യുദ്ധം, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ ആക്രമിക്കുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇടപെടാത്തത് കൊണ്ട് നേരത്തെ ഉള്ളതുപോലെ ഈ ഹൂത്തികളെ ഉപയോഗിച്ച്, പണ്ട് ട്രംപ് വരുന്ന സമയത്ത് ഹൂത്തികളെ ഉപയോഗിച്ച് ഈ സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ ചെങ്കടലിനകത്ത് ഈ പറയുന്ന കപ്പലുകളെ ആക്രമിക്കുന്നതിന് ഹൂത്തികൾ തയ്യാറാവുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഉള്ള ആക്രമണം ഉണ്ടാകും. അതുകൊണ്ട് ബേസുകൾ ആക്രമിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ആക്രമണം ഉണ്ടായാൽ ആ രാജ്യങ്ങൾ കൂടി ഇറാനെതിരെ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളും ഒക്കെ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് നിന്നാൽ
ഇറാന് ഉണ്ടാകുന്ന ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ ഒരു വലിയ ബുദ്ധിയുണ്ട്. ഇറാന്റെ ഭാഗമായിട്ടിരിക്കുന്ന ആരെ ഇപ്പൊ റഷ്യ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ട്രംപിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സംസാരിച്ച് നിർത്തിക്കോണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇറാൻ നമുക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ്. അപ്പം റഷ്യക്ക് ഈ നേരത്തെ ഇസ്രയേലുമായിട്ടൊരു ത്രെട്ട് ഉണ്ട്. യുക്രൈന് ഈ ഡ്രോൺ കൊടുക്കുന്നതിന് അതല്ല ആയുധത്തിന് പ്രശ്നം വന്നപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഇടക്കാലത്തുകൊണ്ട് ഡ്രോൺ കൊടുത്തു. അപ്പൊ ആ ഒരു വൈരാഗ്യം, ഏറ്റവും ആധുനികമായിട്ടുള്ള ഇസ്രായേലിന്റെ ഡ്രോൺ കൊടുത്തു, ആ ഒരു വൈരാഗ്യം ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് ഈ യുദ്ധം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ, മറ്റു രാജ്യങ്ങൾ ഇടപെട്ടു തുടങ്ങിയാൽ, അപ്പൊ ഫ്രാൻസ് ഇടപെടാൻ നിൽക്കുന്നു, ജർമ്മനി ഇടപെടാൻ നിൽക്കുന്നു, അവരുടെ യുദ്ധ വിമാനങ്ങളും അല്ലെങ്കിൽ യുദ്ധക്കപ്പലും വിമാനങ്ങൾ വഹിച്ചുകൊണ്ടുള്ള കപ്പലും ഒക്കെ ഇതുപോലെ തന്നെ അമേരിക്കയെ പിന്തുടർന്നുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഈ രീതിയിലേക്ക് വരുമ്പോൾ റഷ്യ ഇടപെടാൻ സാധ്യതയുണ്ട്, ചൈന ഇടപെടാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഉത്തര കൊറിയ റഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടാൻ സാധ്യത. അപ്പൊ ഈ ഒരു യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വേണമെങ്കിൽ പോവാം. ഈ പറയുന്ന സംഘർഷം ആരിടപെട്ടിട്ടും ഒതുങ്ങാത്ത ഒരവസ്ഥയുണ്ട്. ഇന്ന് വരെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ വരെയുള്ള നിലപാട് അനുസരിച്ച് ആര് സംസാരിച്ചണക്കേം തീരുന്ന ഒരവസ്ഥയില്ല, യുദ്ധം നീണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അതിനകത്ത് യുഎസിന്റെ ഭാഗമായിട്ട് സംസാരിച്ചപ്പോൾ രണ്ട് രാജ്യങ്ങളും ഒതുക്കിക്കൊടുക്കുന്ന ഒരവസ്ഥയില്ല. ഇപ്പം ഈ ഇറാൻ പ്രസിഡന്റുമായിട്ട് എനിക്കൊന്ന് ഖത്തറിന്റെ പരമോന്നത അധികാരി സംസാരിച്ചു. അപ്പം അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ള രീതിയിലേക്ക് അപ്പൊ രാജ്യങ്ങൾ ഇടപെടുന്നു. കാരണം രാജ്യങ്ങൾ ഇടപെടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ഇവർ തമ്മിൽ ഉണ്ടാകുകയും ഈ യുദ്ധം അമേരിക്ക ഇടപെടേണ്ട ഒരു അവസ്ഥ വരും. ഈ ബേസുകളെ ആക്രമിക്കുമ്പോൾ അമേരിക്ക ഇടപെടും. അമേരിക്ക ഇടപെടേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ബേസുകളുള്ള ഇറാഖിന് ബേസ് ആകുമ്പോൾ ഇറാഖ് ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇടപെടേണ്ടി വരും. സൗദിയിലെ ബേസ് ഉണ്ട്, അവിടെ ഇടപെട്ടാൽ സൗദിക്ക് അതിനകത്ത് യുദ്ധം ചെയ്യേണ്ടി വരും. ഖത്തറിന് ബേസിൽ ഖത്തറിന് യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പം അതുപോലെ തന്നെ പനാമ കനൽ കൂടി ഉള്ള കപ്പലുകളുടെ ഇതിന് ബുദ്ധിമുട്ട് ഹൂത്തികൾ ഉണ്ടാക്കിയാൽ ആ രാജ്യം ഇടപെടും. അപ്പം രണ്ട് ചേരിയായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് വരും, ഒരു ലോകമഹായുദ്ധത്തിലേക്ക് വരും. അപ്പം ഈ യുദ്ധത്തിനകത്ത് ഏർപ്പെടാത്ത രാജ്യങ്ങൾ പോലും ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ വരും. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ ചരക്ക് വിനിമയത്തിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകും, കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും, ആകാശപാതകൾ അടയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും, എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. എണ്ണപ്പാടങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളിലൊക്കെ ഈ ഇസ്രായേൽ കത്തിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വില ഏതാണ്ട് ഇന്നലെ തന്നെ 12% വർദ്ധിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില 12% വർദ്ധിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഇവിടെയും പെട്രോളിന്റെ വില കൂടും. യുദ്ധത്തിനകത്ത് നമ്മൾ ഡയറക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതുപോലെ പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പൊ ഇത്തരത്തിലേക്ക് യുദ്ധം വ്യാപിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. അതായത് ആദ്യം ചോദിച്ചതുപോലെ അമേരിക്കയെ ഇറാൻ ആക്രമിച്ചോ എന്ന് ചോദിച്ചാൽ അമേരിക്കയെ ഇറാൻ ആക്രമിച്ചു. ഒരിക്കലും ഇറാന് അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ സാധ്യതയില്ല. അമേരിക്കയെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുടെ അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളിടത്ത്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയില്ല. നാറ്റോ രാജ്യങ്ങളിലെ യുദ്ധ ബേസുകളിലേക്കും അവിടുത്തെ യുദ്ധ സാമഗ്രികൾ നശിപ്പിക്കുന്ന രീതിയിലേക്കും ഒക്കെയുള്ള യുദ്ധം ആണ് ഇപ്പം തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു യുദ്ധം രണ്ട് ചേരിയിലേക്ക് പോയി ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. കാരണം ഇസ്രയേലും ഇറാനും ഒതുങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥയില്ല. രണ്ടുപേരും പരസ്പരം മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം മൊത്തം തകർന്നു. അപ്പൊ എപ്പ ചെന്ന് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനം മൊത്തം നശിച്ചു. അപ്പൊ എപ്പ ചെന്നിട്ട് ജെറ്റ് വിമാനങ്ങൾ കയറിയാലും അവർക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അത്തരത്തിലേക്ക് ആ രാജ്യത്തിന്റെ പല സംവിധാനങ്ങളും സൈനിക സംവിധാനങ്ങൾ നശിപ്പിച്ചു. എന്നാലും അവിടുന്ന് മിസൈലുകൾ വിടുന്നതിനും, അല്ലെങ്കിൽ മിസൈലുകൾ എന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് വിട്ടിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ വിടുമ്പോഴും ഡ്രോണുകൾ വിടുമ്പോഴും അത് ആയിരക്കണക്കിനല്ല നൂറുകണക്കിന് ഡ്രോണുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഇസ്രയേലിന്റെ വെസ്റ്റ് ഇസ്രയേൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജെറുസലേം, മറ്റു പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും നശിപ്പിച്ചിട്ടുണ്ട്. വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. അപ്പൊ ഇസ്രയേലിന് നല്ല രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആളപായം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം യുദ്ധത്തിന് അതിനുള്ള തിരിച്ചടി വളരെ ഭയാനകമായിരുന്നു പറഞ്ഞു. ഇപ്പം ഈ അമേരിക്കയെ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ യുദ്ധം ചേരി തിരിഞ്ഞ് ആവുന്നതിനുള്ള സാധ്യത അതിവിദൂരമല്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്.